വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ദി അൾട്ടിമേറ്റ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ. വെൽക്കം ഓൾ. ചിരിയാത്ര തുടങ്ങുമ്പോൾ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏറെ പ്രിയമുള്ള ശ്രീ രമേശ് പിഷാരടി. വൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു പുതുമയാർന്ന എപ്പിസോഡ് എന്ന ഓരോ എപ്പിസോഡിന്റെ തുടക്കത്തിലും ഡയാന എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഞാനൊക്കെ ആലോചിക്കുന്നത് എന്താണ് ഓരോ എപ്പിസോഡിലും പുതുമ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഓരോ പെർഫോമൻസിന്റെയും പ്രകടനങ്ങൾ, അവർ പറയുന്ന തമാശകൾ, അതിനോടൊപ്പം നമ്മൾ ഏറ്റവും കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഓരോ എപ്പിസോഡിലും ആരാണ് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് എന്നത്. അത് പലപ്പോഴും സിനിമയിലുള്ള അഭിനേതാക്കളായിട്ടുള്ള മലയാളികളെ ഒരിക്കലെങ്കിലും ചിരിപ്പിച്ചിട്ടുള്ള പ്രതിഭാധനരായിട്ടുള്ള കലാകാരന്മാരാണ്. ഇന്നും നമ്മളോടൊപ്പം എത്തുന്നത് അത്തരത്തിലൊരു അതിഥിയാണ്. മലയാളികളുടെ ചിരിയുടെ പര്യായമായി മാറിയ ഒരു കലാകാരൻ. വൺസ് അപ്പോൺ എ ടൈമിന്റെ തുടക്കം തൊട്ട് ഈ വേദിയിൽ അദ്ദേഹം എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നാണ് ആ സുദിനം വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവ്. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ വൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരിശ്രീ അശോകൻ. അശോകൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. വൺസ് അപ്പോൺ എ ടൈം കാണാറുണ്ടോ? മിക്കവാറും ദിവസങ്ങളിൽ കാണാറുണ്ട്. താങ്ക് യു വെരി മച്ച്. എപ്പോഴും അല്ലെങ്കിലും കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചെറിയ വലിയ പരിപാടിയാണ്. ഈ അശോകൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ, എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടന്റെ സിനിമയിൽ ഒരു ബ്രേക്ക് ആവുന്നത് ഒരു 10-15 സിനിമകൾക്ക് ശേഷമുള്ളൊരു സിനിമയാണ് പാർവതി വരുണയം എന്ന് പറയുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അല്ലേ? അതിനു മുമ്പ് ഒരു 10-20 പടങ്ങളുണ്ട് അതിനു മുമ്പ് അശോകൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. 20ഓളം പടങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് പാർവതി വരുണയത്തിൽ എത്തുമ്പോഴാണ് അതിനകത്ത് ആ യാചക കഥാപാത്രത്തിന്റെ ഒരു ശൈലി സ്ക്രിപ്റ്റിലുള്ളതായിരുന്നു. അശോകൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് എടുത്തതാണോ? ഈ പടത്തിൽ അഭിനയിക്കാൻ ആദ്യം എന്നെ വിളിക്കുന്നത് ദിലീപ് റെക്കമെൻഡ് ചെയ്ത വേഷമാണത്. നമ്മുടെ ഷിബു ചക്രവർത്തിയാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ദിലീപ് പറഞ്ഞത് അശോകൻ ചേട്ടൻ ചെയ്യും. ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ അശോകൻ ചേട്ടൻ വണ്ടിയിൽ വെച്ചിട്ട് ഒരു ഭിക്ഷക്കാരൻ്റെ പല വെറൈറ്റി കാണിക്കാറുണ്ട്. അത് അശോകൻ ചേട്ടൻ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിക്കുന്നു. 3 സീനുള്ളൂ. അതിലാകെ ഒരു ഭിക്ഷക്കാരനാണ് എന്തെങ്കിലും തരണേ എന്നൊരു ഡയലോഗ് ഉള്ളു അതിൻ്റെ അകത്ത്. PG വിശ്വനാഥൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. ഞാൻ പറഞ്ഞു സാറേ ഇതൊന്നും ഡയലോഗ് ഞാൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്തു, എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്തോ, മദ്രാസിൽ ഒന്ന് ഡബ് ചെയ്ത് തന്നെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭിക്ഷക്കാരൻ്റെ ഒരു ബനിയൻ എടുത്തിട്ട് ഒരു മുണ്ട കൊടുത്തു, ഒരു ബാണ്ടോ ഇട്ട്, കാലിന് ഒരു മുടന്തൊക്കെ ഞാൻ തന്നെ കൊടുത്തു. ഇങ്ങനെ അതായത് തട്ടിപ്പാണ് ഇയാൾ. ഇങ്ങനെ കയ്യും കാലൊക്കെ സുഖമില്ലാത്ത പോലെ ഇയാൾ വന്നു. ഇങ്ങനെ ഇയാൾ വന്നിട്ട് ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരൻ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തും പറഞ്ഞു തന്നെ നമുക്കുള്ളിലൊരു പെട്ടെന്നൊരു ഇതുണ്ടായി. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ, അമ്മ 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 അമ്മോ. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ റണ്ണിങ്ങിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. മൂവി ഇത് വരുന്നതാണ്. അപ്പൊ ടേക്കാണത്. ഇത് ക്യാമറ ഷെയ്ക്ക് ചെയ്തു. നമ്പ്യാര് വിശ്വംഭരചേട്ടൻ ചിരിച്ചു. പിന്നെ ഈസ്റ്റ്മാൻ അന്നിച്ചേരനാണ് പ്രൊഡ്യൂസർ. പുള്ളി താഴെ വീണു. പുഴിമഴായിരുന്നു. എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡാണ്. ഫുൾ കയ്യടിയായിരുന്നു. പിന്നെ 1 more നമുക്കൊന്നുകൂടി എടുക്കുന്നത്. അങ്ങനെ ആ 3 സീൻ 12 സീനായിട്ട് ഡെവലപ്പ് ചെയ്തു. എൻ്റെ വരെ ഉണ്ടായി. അപ്പം അത് വരാൻ കാരണം വെച്ചാൽ എൻ്റെ ഒബ്സർവേഷനായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുടെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ കിടക്കും. സന്ധ്യാവ് എന്ന് പറഞ്ഞ ഭിക്ഷക്കാരന്റെ പേര്. സന്ധ്യാവേ എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര്. അത് സിദ്ദിഖ്ലാൽ എഴുതിയതാണ്. അപ്പൊ ഈ സന്ധ്യാവിനെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ആ കുരിശുവിലൂടെ അവൾ കിടന്നുറങ്ങണൊക്കെ. അദ്ദേഹത്തിന് ദിഗിലേറി കാണുന്നതും പരിചയമുള്ളതുമാണ്. പുള്ളി ഈ പള്ളിയുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയണ ഇങ്ങനെയാണ്, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരണേ, പാവാണേ. അപ്പൊ ഞാനത് കുറച്ച് നീട്ടിയിട്ട് കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ. അതിന്റെ അന്ന് ആ പാട്ട് ഹിറ്റായി നിൽക്കുന്ന സംഭവമാണ് അമ്മ അമ്മ. അതും കൂടിയാണ് കേട്ടത്. അമ്മ അമ്മ. അതൊക്കെ സത്യം പറഞ്ഞ പ്രിപ്പയർഡ് അല്ല, ആ സമയത്ത് വന്നതാണ്. പെർഫോമൻസുമായിട്ട് എത്തുന്നു ജോയൽ ഫ്രം ഇടുക്കി. ലെറ്റ്സ് വെൽക്കം ജോയൽ. ജോയൽ സ്വാഗതം. സുഖമല്ലേ? സുഖമാണ്. അശോകേട്ടാ, ജോയൽ ഇടുക്കിന്നാണ് എത്തിയിരിക്കുന്നത്. ഇടുക്കിന്നോ? അതെ, ഇടുക്കി. അത് ശരി. എങ്ങനെയുണ്ട് ഇടുക്കി ഇപ്പോ? കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോയി. വലിയ മാറ്റമൊന്നുമില്ല. നേരത്തെ വലിയ മാറ്റമില്ല. ഇല്ലില്ല, നേരത്തെ മാറ്റമൊന്നുമില്ലല്ലേ? ഇവിടെ മാറ്റം വരുമെന്ന സംശയം. മുല്ലപ്പെരിയാറിന്റെ കാര്യമൊക്കെ ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ മാറ്റം വരും. അതെ അതെ അതെ. ഇവിടുത്തെ എന്തെങ്കിലും എടുത്ത് മാറ്റേണ്ടി വരും. എല്ലാം മാറ്റേണ്ടി വരുമായിരിക്കും. അതെ. ഇടുക്കിയിൽ എവിടെയാ സ്ഥലം? ഇടുക്കി രാജക്കാട്.
രാജാക്കാട് മെയിൻ സ്ഥലത്ത് തന്നെയാണ് അല്ലേ? ആ. ഏതുവരെ പഠിച്ചു? ഞാൻ MA. ഒരു MA കാരനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ, ഞങ്ങളൊക്കെ പഴയ MA കാരാണ്, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയും. അങ്ങനെ. ഓക്കെ, ശരി. Okay, all the best, Joel. താങ്ക് യു. ഹലോ, ഹായ്. എൻ്റെ പേര് ജോയൽ റജി. അപ്പം നിങ്ങൾ വിചാരിച്ചാണ് എനിക്ക് വിക്കുണ്ടെന്ന്. എനിക്ക് വിക്കൊന്നുമില്ല. ജോയൽ റജി എന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾ എൻ്റെ പേരൊന്ന് ശ്രദ്ധിക്കുള്ളൂ. അതിനുവേണ്ടി പറഞ്ഞതാ. കളകളം വിരിയുന്നതും സുഗന്ധങ്ങൾ നിറഞ്ഞതും അതിലുപരി ന്യൂജൻ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേ ഇടുക്കി ഗോൾഡ്, ID ഗോൾഡ് എന്ന നാമധേയമുള്ള ചിരി തൂകും പെണ്ണല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഇടുക്കിയേ ഇപ്പൊ വിചാരിച്ചു കാണും ഇടുക്കിക്കാരനല്ലേ ഒരു ഡയലോഗ് ഇറക്കിയേക്കുന്നത്. അതായത് ഹൈ റേഞ്ചുകാരെന്ന് പറഞ്ഞാൽ ലോ റേഞ്ചുകാർക്ക് വരുന്ന ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട്. വള്ളിയെ തൂങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നത് വള്ളിയിലും വടത്തേലും ഒന്നും തൂങ്ങിയല്ല. കേരള സർക്കാരിന്റെ നൂതനമായ സാങ്കേതിക വിദ്യയിൽ തയ്യാർ ചെയ്ത ആനവണ്ടി KSRTC കയറിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള വരവ്, ഓരോ വളവ് എടുത്ത് ഒരുമാതിരി നമ്മൾ ഈ ജ്യൂസൊക്കെ പിഴിഞ്ഞ് അവസാനം വരുന്ന കരിമ്പിൻ ചണ്ടിയില്ലേ, ആ രീതിയിൽ പിഴിഞ്ഞുള്ള അവസ്ഥയിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി സഹകരിക്കണം. ഇതൊക്കെ പോട്ടെ, ഇമാതിരി ഡയലോഗും ചള്ളികളൊക്കെ അങ്ങ് നിർത്തിയിട്ട് കുറച്ച് കുൽസായ്മ പറഞ്ഞേക്കാം. കുറച്ച് കുശുമ്പും കുന്നായ്മയും പറഞ്ഞേക്കാന്ന് ചുരുക്കം. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ അമ്മാവന്മാരും അമ്മായിമാരും. ഇവിടെ പ്രധാനപ്പെട്ട പരിപാടി തന്നെ ഈ എല്ലാ പരിപാടിയിലും വരിക, ഫാൻസൻസ് ചാളം കുളവാക്കി നശിപ്പിക്കുക എന്നുള്ള ഇവരുടെ പരിപാടി. അപ്പം ഒരു കല്യാണാലോചന വേണ്ട, ഒരു കൊച്ചു ജനിച്ചെന്ന് വെച്ചാൽ ആ സമയത്ത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഓടി വന്ന്? ഈ അമ്മാവനും അമ്മായിമാരും തന്നെയായിരിക്കും. ഇപ്പൊ പല കല്യാണങ്ങളും പല കല്യാണ ആലോചനകളും എൻ്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. ചേട്ടൻപുള്ളിയുടെ കല്യാണാലോചനയില്ല, പെങ്ങളുടെയും കല്യാണാലോചനയില്ല, അങ്ങനെ എല്ലാവരും കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇവര് വന്ന് മുൻപന്തി നിൽക്കും. അപ്പം അമ്മാനോട് ചോദിക്കുക, ചെറുക്കൻ എങ്ങനെയുണ്ട്? അമ്മാവൻ പറയും, ചെറുക്കൻ്റെ കണ്ണ് ചുമന്നായിരിക്കുന്ന, ചുണ്ട് കറുത്തായിരിക്കുന്ന, ആള് മൊത്തത്തിൽ കാ എന്ന് വീട് പറയുന്നതിന് മുമ്പേ ഒരു ഡയലോഗ് പറഞ്ഞേക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ? ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുക അത് പുറത്തെടുത്താൽ എത്രത്തോളം ഉണ്ടാകും? ഉണരൂ ഉപഭോക്താവെ, ഉണരൂ. ആള് കഞ്ചാവാന്നാ പറഞ്ഞത്. ചിലപ്പോൾ ഈ വാണിംഗ് മെസ്സേജ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കട്ട് ചെയ്താലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ വാണിംഗ് മെസ്സേജ്. പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞാൽ അമ്മായിയോട് ചോദിക്കും, അമ്മായി പെണ്ണെങ്ങനെയുണ്ട്? പെണ്ണിന് നടപ്പ് ശരിയില്ല, എടുപ്പ് ശരിയില്ല, ആള് മൊത്തത്തിൽ ശരിയല്ല. ഈ ഒരു കുറഞ്ഞ നിമിഷം കൊണ്ട് അവരുണ്ടല്ലോ പോൾ നീരാളിനേക്കാൾ വലിയ പ്രവചനം നടത്തും, ഐസക് ന്യൂട്ടനേക്കാളും വലിയ കണ്ടുപിടുത്തം നടത്തും. ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കല്യാണ ആലോചന സമയത്ത് ചേട്ടൻ പറഞ്ഞു, അമ്മായി പെണ്ണിന് പൊക്കം ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. ഇപ്പൊ എന്ത് ചെയ്തു അമ്മായി? പെണ്ണിനെ വിളിച്ച് ആ ഭിത്തിയിലേക്ക് ചാരി അങ്ങ് നിർത്തി. അമ്മായിയല്ലേ, അപ്പൊ അതിന്റെ പൂർണ്ണ അധികാരം എടുക്കണമല്ലോ. അപ്പൊ ആ അധികാരം കാണിക്കാൻ വേണ്ടി പെണ്ണിനെ ഭിത്തിയിലേക്ക് ചാരി നിർത്തി. ഒരുമാതിരി വാഴയ്ക്കൊക്കെ മുട്ട് കൊടുത്ത് നിർത്തിയത് കണ്ടില്ലേ കണ്ടത്തില്ലേ? അമ്മാതിരി രീതിയിൽ ചാരി അങ്ങ് നിർത്തിയിട്ട് 1 അടി 2 അടി 3 അടി എന്ന് പറഞ്ഞാൽ അളക്കാൻ തുടങ്ങി. ഈ കോഴിക്കോടൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് പലക കഷ്ണത്തിന് അളവെടുക്കലേ, അമ്മാതിരി രീതിയിലുള്ള അളവെടുപ്പ്. ഒറ്റ അടിക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ കൊടുക്കാൻ എനിക്ക് തോന്നി. അപ്പൊ ചോദിക്കും, എന്തിനാ ഈ ഒറ്റടി 1 ഗ്ലാസ് വെള്ളം? അല്ല, അടിച്ചു കഴിയുമ്പോൾ ക്ഷീണം കാണൂലോ, ആ ക്ഷീണം മാറാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ കൊടുത്തേക്കാം. എത്ര ഉദ്ദേശിച്ചുള്ളൂ. ആ കല്യാണം അവിടെ വെച്ചങ്ങ് തീർന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചു ജനിച്ചെന്ന് വെച്ചു. കൊച്ചു ജനിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് ആരായിരിക്കും? ഈ അമ്മാവനും അമ്മായിമാരും കൂടെ തന്നെയായിരിക്കും. കൊച്ചിന് അപ്പന്റെ ഷേപ്പാണോ, കൊച്ചിന് അമ്മയുടെ ഷേപ്പാണോ, ഇനി അമ്മായിമ്മയുടെയാണ്, മരുമകളുടെ ആരുടെ ഷേപ്പാണെന്ന് തപ്പുകാർ ഇവരുടെ ഏറ്റവും മെയിൻ കാര്യം. മൂക്ക് സ്കാൻ ചെയ്യും, കണ്ണ് സ്കാൻ ചെയ്യും, ചുണ്ട് സ്കാൻ ചെയ്യും, ഫുൾ സ്കാനിങ്. ഇമാതിരി സ്കാനിങ്ങിന്റെ ഒരു പകുതി സ്കാനിങ് പോലും ആ പുള്ളിക്കാർ പ്രഗ്നന്റ് ആയ സമയത്ത് എടുത്തിട്ട് കാണില്ല. അമ്മാതിരി സ്കാനിങ്. ഇനി സ്കാനിങ് ഒക്കെ കഴിഞ്ഞെന്ന് വെച്ചു, പിന്നെ ആരുടെ ഷേപ്പാന്ന് തപ്പി അവസാനം അയൽവക്കത്തെ ചേട്ടന്മാരുടെ ആരും ഷേപ്പ് ഉണ്ടോന്ന് തപ്പിപ്പോകും. ഇനി തപ്പിപ്പോയിട്ട് ഇല്ലെങ്കിലോ അത് ഉണ്ടാക്കുകയായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ഗ്ലോസിപ്പല്ലേ, അടിച്ചിറക്കും, ഉണ്ടാക്കും. ഇനി ഉണ്ടാക്കിയാൽ തന്നെ സമാധാനമായിട്ട് ഒഴുകിയിരുന്ന ഭാരതപ്പുഴയിൽ അലക്കി പിഴിഞ്ഞെടുത്ത് വെച്ച ഷർട്ട് പോലെ അവരുടെ കുടുംബജീവിതം അങ്ങ് പിഴിഞ്ഞെടുത്ത് വെക്കും. പിഴിഞ്ഞെടുത്ത് വെച്ചാൽ പോരാ, ഡൈവേഴ്സിലേക്ക് എത്തിക്കണമല്ലോ. ഈ ഡൈവേഴ്സിലേക്ക് എത്തിച്ചാലാരാ? ഈ അമ്മാവനും അമ്മായിമാരും തന്നെയായിരിക്കും ഡൈവേഴ്സിന്റെ ഏറ്റവും പക്കത്ത് പോയി നിൽക്കുന്നത്. എന്തിനാന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും ഈ അമ്മാമാരുടെ ചില ന്യൂജൻ ട്രെൻഡുകളുണ്ട്. അതായത് പുതിയ ടച്ച് ഫോണ്, പുതിയ സ്റ്റൈല് ബൈക്ക്, ഇതൊക്കെ മേടിച്ച് ഇവർ ഉപയോഗിക്കും. പക്ഷെ ഇവരുടെ ഈഗോ ഉണ്ടല്ലോ, ഈഗോ കാരണം ഇതിന്റെ ടെക്നോളജീസ് പഠിക്കുകയല്ല. അപ്പൊ എന്ത് പല അബദ്ധത്തിൽ ഇവർ ചെന്ന് ചാടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ അമ്മാവനും മേടിച്ചു ടച്ച് ഫോണ്, ന്യൂജൻ ബൈക്ക്. ആധികാരം നാട്ടുകാരെ ഒന്ന് കാണിക്കണമല്ലോ. കടയിലേക്ക് ഇറങ്ങി വൈകുന്നേരം ഒന്ന് വിലസാൻ തീരുമാനിച്ചു. പുതിയ ഫോണല്ലേ, എടുത്തു. നല്ല തത്തപ്പച്ച കളറുള്ള കവറ്, പൊളി സാധനം. നാട്ടുകാരെല്ലാം ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഫോട്ടോ എടുക്കുക, എന്നാലല്ലേ ഇത് കാണുള്ളൂ. നാളെ സെൽഫി എടുക്കുന്നു. പക്ഷെ അമ്മാവൻ ആകെപ്പാട് ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് എവിടെയാ? ഈ സ്റ്റുഡിയോയിലൊക്കെ നമ്മുടെ ഈ നോക്കിയല്ലേ, ഈ വ്യൂ മിററിൽ കൂടെ നോക്കിയുള്ള രീതിയിലാണ് പുള്ളി കണ്ടേക്കുന്നത്. ഈ പുള്ളി തന്നെ ചെയ്തു, ടച്ച് ഫോണിലും ക്യാമറ വർക്ക് ആണെങ്കിൽ അങ്ങനെയാണെന്നുള്ള വിചാരത്തെ ഈ പുള്ളി ഇങ്ങനെ കണ്ണിനോട് ചേർത്ത് വെച്ച് ഒരുമാതിരി ഗലീലി മറ്റേ ടെലസ്കോപ്പിന്റെ അകത്തോട് നോക്കിയല്ലേ, അമ്മാതിരി രീതിയിൽ
പുള്ളി നോക്കി ഫോട്ടോ എടുത്തില്ലോ എന്നറിയത്തില്ല. ആ പിക്ചർ ആ നാട്ടുകാരുടെ എല്ലാം മുഖത്ത് പതിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒറ്റ അടിയും കൊടുക്കാനാണ് അന്നേരം തോന്നിയത്. പിന്നെ അങ്ങ് ക്ഷമിച്ചു കൊടുത്തു. ഈ പുള്ളി ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് മാറി. കാരണം ന്യൂജൻ ബൈക്ക് വാങ്ങിയില്ല, അതും നാട്ടുകാരെ കാണിക്കണം. ബൈക്ക് എടുത്ത് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി എന്നല്ല, പുള്ളിക്ക് നാക്കിന് ലൈസൻസ് ഇല്ല, കൈക്കിന് ലൈസൻസ് ഇല്ല, നടപ്പിന് ലൈസൻസ് ഇല്ലാത്ത പുള്ളിക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർ ഓർത്ത് ഇപ്പം ബൈക്കിൽ അങ്ങ് ഉരുണ്ട് വീഴുന്നു. ഉരുണ്ടൊന്നും വീഴില്ല, നല്ല മോഹൻലാൽ സ്റ്റൈലിലൊക്കെ ഇറങ്ങിയത് എങ്ങോട്ടാ? ഈ പോലീസിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയതും ബൈക്ക് തലങ്കുത്തി താഴെ കിടന്നു. കാരണം ന്യൂജൻ ബൈക്കിനും പഴയ ബൈക്കിനും എല്ലാ സിസ്റ്റം വന്ന സ്റ്റാൻഡ് അത് പുള്ളിയിടാൻ മറന്നുപോയി. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് പുള്ളിയുടെ മകൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മകൻ മലയാളത്തിലെ മനോഹരമായ ഒരു ഗാനം അങ്ങോട്ട് ആലപിച്ചു. മലരെ നിന്നെ കാണാതിരുന്നാൽ. ആ പാട്ട് തെറി വിളിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മലയാളത്തിലെ മനോഹരമായ ഒരു ഗാനം പുള്ളിക്ക് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം അന്നേരമാണ് എനിക്കും മനസ്സിലായത്. എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മാവന്മാരും അമ്മായിമാരും ഒന്നുമില്ലാതെ നമുക്ക് ഒരു പ്രോഗ്രാം മുന്നോട്ട് നീക്കാനും പറ്റില്ല. സഹകരിക്കുന്നവരും അവർ തന്നെയാണ്. താങ്ക് യു. ഓ ജോയൽ, നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം അവർക്ക് എങ്ങനെയാണ് പറയാനുള്ള എന്നുള്ളത്. ജോയല് പറഞ്ഞത് മുഴുവൻ നമ്മുടെ കുടുംബത്തിലുള്ള ചില അമ്മാവന്മാരെയും അമ്മായിമാരെയും കുറിച്ചുള്ള തമാശകളാണ്. ചില ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയുന്നവര്, പലതിലും ഇടപെടുന്നവര്. ഇതൊക്കെ പറഞ്ഞ ശേഷം അവസാനം ജോയൽ എന്ത് ചെയ്യുന്നറിയാവോ? ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ അമ്മാവന്മാരും അമ്മായിമാരും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അവരാണ് നമുക്ക് എല്ലാന്നും പറഞ്ഞ് ന്യൂട്രലാക്കിയിട്ട് നിർത്തുക എന്ന് പറയും. വീട്ടിൽ കയറണ്ടേ. ഇതിന് 2 വള്ളത്തിൽ കാലി ഔട്ടുക എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ള കുറ്റം മുഴുവൻ പറഞ്ഞിട്ട് അതിനുശേഷം അവരില്ലെങ്കിൽ പറ്റൂലെന്ന് പറയുന്നത്. എത്ര അമ്മാവനും എത്ര അമ്മായിയും ഉണ്ട്? കണക്ക് പ്രകാരം കുറെ ഉണ്ട്. അതൊക്കെ പേരെടുത്ത് പറഞ്ഞ പിന്നെ അത് പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് വരും. അല്ലേലും ഇപ്പൊ ഏതാണ്ട് അതിന്റെ പക്കത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ഒരു റൂം നോക്കുന്നത് നല്ലതായിരിക്കും. അശോകേട്ടാ, നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഈ മിമിക്രിക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ട് ഒരു 1-2 പേര് പറഞ്ഞ പ്രഗത്ഭരായിട്ടുള്ള 1-2 പേര് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. മലയാള സിനിമയെ നശിപ്പിക്കുന്നത് മിമിക്രിക്കാരാണ്. പക്ഷെ അങ്ങനെ ആ പറഞ്ഞ സമയത്ത് തന്നെ സിദ്ദിഖ് ലാലുണ്ട്, ഫാസിൽ സാറുണ്ട്, അങ്ങനെ കുറേ മിമിക്രിക്കാർ സിനിമയിലുണ്ട്. വേണുവേട്ടനുണ്ട്, നെടുവേണുവേട്ടൻ. അപ്പം ഞാൻ പറയുന്നത് മരിച്ചുപോയ പല താരങ്ങളെയും ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് മിമിക്രിക്കാരാണ്. അവർ അനുകരിച്ച് കാണിക്കുമ്പോഴാണ് പലരും ഇവരിലേക്ക് മനസ്സിലേക്ക് വരുന്നത്. അപ്പം മിമിക്രിക്കാർ നിസ്സാരക്കാരല്ല. ഈ അമ്മാവനും അമ്മായിയും ഒക്കെ നമ്മളായിട്ടെങ്കിലും ആൾക്കാരെ അറിഞ്ഞല്ലോ, അതിലൊരു കയ്യടിയുണ്ട്. എന്താണെങ്കിലും അതിലെ അമ്മാവൻ ഒരിക്കലും മുടക്കാൻ നിൽക്കില്ല. അമ്മാവന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവനായിട്ട് എന്റെ കാര്യം പറഞ്ഞല്ലോ സ്റ്റേജിൽ എന്ന് പറയുന്നത്. എന്നാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടുണ്ട് കേട്ടോ. ജോയൽ മുൻപ് സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ചെയ്തിരുന്നോ? ഇല്ല. ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ. ആദ്യമായിട്ടാണ്. ഇത്ര മതി, ഇത്ര ഒന്നും പറയേണ്ട കാര്യമില്ല. സൂപ്പർ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയനെ. ഇറ്റ്സ് ലാൽ ബി ഫ്രം ആലപ്പി. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മോൻ ജനിച്ചു. അത് ഒരു വലിയ വിശേഷമാണ്. പേരിട്ടു എന്നാ? കതിർ എ ലാൽ. കതിർ അതുല്യ ലാൽ. കതിർ അതുല്യ ലാൽ. ഉഗ്രം പേരാണ് കേട്ടാ മോനിട്ടേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഗർഭമായാലും എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. നീ കൃത്യം വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പുള്ളി അതിന്റെ അതുമായി ബന്ധപ്പെട്ടൊരു വിശേഷം തന്നെ സുഖമായിട്ട് പറയുകയും ചെയ്തു. എന്താണ് ഈ കതിർ എന്നുള്ള പേരിട്ടത്? ഫൺസ് അപ്പോൺ എ ടൈമിന് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള പ്രോഗ്രാമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇനി ആളുകൾ ഞാൻ ഇത് പറഞ്ഞാൽ ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് ഇടിച്ചു കയറും. കാരണം ആക്ച്വലി എനിക്ക് 3 കൊല്ലമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാനിവിടെ വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് എനിക്ക് കുട്ടി ഉണ്ടായത്. ആദ്യത്തെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് പ്രോഗ്രാം ഫൺസ് അപ്പോൺ എ ടൈം. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികൾ ഉണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രോഗ്രാം നടത്തിയാൽ മതി. അപ്പൊ കുട്ടികളുണ്ട്. അതെ, അല്ലാതെ വെറുതെ വഴിപാട് നടത്തുക, ആശുപത്രി പോകുന്ന വേണ്ട. എന്താ കാര്യം? നല്ലോണം തമാശ പറയുക, ചിരിക്കുക, മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കുക. സീരിയസ്ലി ഞാൻ അത്രയും സന്തോഷിച്ചിട്ടുണ്ട് ഇവിടെ വന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് സാധ്യമായെന്ന് ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു. ഞാനിപ്പോ എപ്പോഴെങ്കിലും എന്റെ ഭാര്യയും കുട്ടീനെ അവിടെ കൊണ്ടുവരുന്നത് വിചാരിച്ചു. ഒരു സത്യം പറയാമോ? ഈ പരിപാടിയെ കുറിച്ച് മനസ്സിൽ ആലോചിച്ച സമയത്ത് എനിക്ക് 3ാമത്തെ കൊച്ചുണ്ടായത്. ഞാനിനി ഒന്ന് ആലോചിക്കണ പോലുമില്ല. ഞാൻ ചോദിച്ചതല്ലേ ഇവന് കതിരെന്ന് പേരിട്ടത് എന്നാന്ന് ചോദിച്ചത്. കതിരെന്ന് പേരിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വളർത്തിയ ഒരു തൈയാണ്. അപ്പൊ അതിൽ കതിരുണ്ടായി. അപ്പൊ അങ്ങനെ കതിരെന്ന് പേരിട്ട്. ഭാഗ്യം, നെല്ലുമായിട്ട് ഉപയോഗിച്ചു. നീ കായെന്നും പഴമൊന്നും ഒക്കെ ഇടാഞ്ഞത് ഭാഗ്യം. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം. ഓക്കെ.
നമസ്കാരം രമേശ് ചേട്ടാ. നമസ്കാരം അശോക് ചേട്ടാ. എൻ്റെ പേര് ലാൽബി എന്നാണ്. ഈ ലാൽബി എന്ന് പറയുന്ന പേര് ഞാനൊന്ന് അല്ലെങ്കിൽ പിൽക്കാലത്ത് പരിഷ്കരിക്കപ്പെട്ടതാണ്, ഈ RI ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ പോലെ. കാരണം ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനമ്മയും ഭയങ്കര ആലോചനയായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേര് ബാബു, നിന്റെ പെണ്ണുമുള്ളയുടെ പേര് ലതിക, എൻ്റെ പേര് തങ്കപ്പൻ, ഇവിടെ നമുക്ക് തബല എന്ന് പേരിടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തബല പരിഷ്കരിച്ചാണ് ലാൽബി ആക്കിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾക്ക് ഈ പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറയുന്ന പോലെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ചെളിയടി. അപ്പം എൻ്റെ ചെളിയടി ഞാൻ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നമ്മൾ മലയാളികൾ ഭയങ്കര വിശ്വാസികളാണ്. വിശ്വാസികൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ പോയിക്കളയും. അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ എറണാകുളത്ത് വന്നപ്പോഴേ എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി. ഈ മൊബൈൽ നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ ഈ കാലത്ത് മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകണേക്കാളും വലിയ സങ്കടവും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ മൊബൈൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ പള്ളിയിൽ കയറി മുട്ടിപ്രായ പ്രാർത്ഥിച്ച്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ചെരുപ്പും പോയി. കാരണം പെട്ടെന്ന് എന്നെ പോലത്തെ ഒരു ഡിസ്റ്റന്റ് പ്രാർത്ഥനക്കാരനായതുകൊണ്ടായിരിക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് എവിടെ എങ്ങനെ പെരുമാറണതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ ഇപ്പം എൻ്റെ ഭാര്യ ഈ അടുത്ത കാലത്തായിട്ട് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഈ ചില ആളുകളുണ്ട് എവിടെന്നെങ്കിലും ഒരു മറ്റേ കട്ടറമ്മ മേടിച്ചിട്ട് വരും. ഈ റമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അപ്പുറത്തിരിക്കണവനെ കാണാൻ പറ്റാത്ത അത്ര കളറായിരിക്കും ഇതിന്. അത് മേടിച്ചുകൊണ്ട് അടിച്ചിട്ട് അവിടെ പണിയെടുക്കണ ഹോസ്പിറ്റലിൽ നഴ്സുമാരെ മറ്റവരൊക്കെ തെരുവരലാണ് ഇവന്മാരുടെ പ്രധാന ജോലി. ഞാൻ എൻ്റെ വൈഫ് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ അമ്മയാണ് ഉള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും അവൻ്റെ വൈഫിന് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം അവൻ്റെ കൂടെ വന്നേക്കണത് അവൻ്റെ അച്ഛൻ, അവൻ്റെ അമ്മ, അവൻ്റെ അമ്മായച്ഛൻ, അമ്മായിയമ്മ, ചിറ്റപ്പൻ, അളിയൻ, വല്യച്ഛൻ. ഈ കസേരയിൽ ഇവൻ്റെ ഫാമിലി മൊത്തം നിരന്നിരിക്കുകയാണ്. ബാക്കി ആർക്കും ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പം എനിക്ക് തോന്നി ആ പഞ്ചായത്ത് മെമ്പറും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ ആ ഗ്രാമസഭ അവിടെ വെച്ച് അങ്ങോട്ട് കൂടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ചില സമയത്ത് അവിടുത്തെ ഫാർമസി ആയിട്ടും പ്രവർത്തിക്കാറുണ്ട്. കാരണം ഈ മലബന്ധം പോലെ അസുഖങ്ങൾക്ക് അവിടെ ആഹാരത്തിന് മുമ്പ് ഒരു ചായ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നടക്കും. അപ്പം ഞാനങ്ങനെ ഈ ക്യാൻറ്റീനിൽ ഇപ്പോൾ പോയിട്ട് ഒരു ഉണ്ടംപുരി പറഞ്ഞു. ഈ ഉണ്ടംപുരി കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഉണ്ടംപുരി ഉണ്ടാക്കുന്ന ചേട്ടൻ ഈ ക്യാൻറ്റീനിൽ നിൽക്കേണ്ട ആളല്ല, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യേണ്ട ആളാണ്. പുള്ളി എങ്ങാനും നമ്മുടെ പട്ടാളക്കാർക്ക് ഈ 300 ഉണ്ടംപുരി ഉണ്ടാക്കി കൊടുത്താലേ പാകിസ്ഥാൻകാർക്ക് എറിഞ്ഞാൽ മതി, ഒരു തല പൊളിഞ്ഞേ പോവുള്ളൂ. അതുപോലത്തെ ഉണ്ടംപുരിയാണ് പുള്ളി ഉണ്ടാക്കുന്നത്. എനിക്ക് ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ചേട്ടാ, നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്താണല്ലോ മലയാളികൾ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യാൻ തുടങ്ങിയതും എന്ന് പറയാം, യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. അതെ, രമേഷ് പിഷാരടിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ലോക്ക്ഡൌൺ തുടങ്ങിയതാ. ആരോപിക്കാതെ എനിക്കൊക്കെ 5-6 വർഷം മുമ്പ് യൂട്യൂബ് ചാനലുണ്ട്. അന്ന് യൂട്യൂബ് ചാനൽ വേറെ ആർക്കും ഇല്ല. പിന്നെ ലോക്ക്ഡൌൺ എല്ലാവരും തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തിവെച്ചു, വെറുതെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. നമ്മുടെ ലോക്ക്ഡൌൺ കാലത്ത് മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്ക് കിട്ടുന്ന പൊറോട്ട 500 രൂപയ്ക്ക് ഉണ്ടാക്കി തിന്നവന്മാരാണ് നമ്മൾ. പിന്നെ ഞാനും അങ്ങനെ പാചകം ചെയ്യാൻ തീരുമാനിച്ചു, ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കി ഞാൻ അങ്ങനെ വീട്ടിലെല്ലാവർക്കും കൊടുക്കാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പൂപ്പനെ, പുള്ളിക്ക് നടക്കാൻ പറ്റില്ല, പുള്ളിനെ ബാത്റൂമിലേക്ക് പിടിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ബിരിയാണി കഴിച്ചപ്പോൾ ഞാൻ നോക്കി പുള്ളി നടന്ന് തനിയെ പോകുന്നു ബാത്റൂമിലേക്ക്. അതുകൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ലാൽബി, ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. അപ്പൂപ്പൻ പറഞ്ഞ ഈ ആപ്തവാക്യം ഊർജ്ജമായി ഉൾക്കൊണ്ടുകൊണ്ട് മകേഷ് നേരെ കാട്ടിലേക്ക് ക്യാമറ ആയിട്ട് പോയെങ്കിൽ ഞാൻ കുടുക്ക് പിടിച്ച കാശുമായിട്ട് നേരെ പോയത് മാർക്കറ്റിലേക്ക്. വീണ്ടും ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഈ പ്രാവശ്യം ഉണ്ടാക്കിയ ബിരിയാണി ദമ്മല്ല, ചെട്ടിനാട് തലപ്പാക്കെട്ട് ബിരിയാണി. ഈ ബിരിയാണി ഉണ്ടാക്കിയതും അമ്മ നേരെ വന്നിട്ട് എൻ്റെ ബിരിയാണി കഞ്ഞിയെടുത്ത് തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഒറ്റേറി. അപ്പൊ തലപ്പാക്കെട്ട് ബിരിയാണി ഉണ്ടാക്കിയ എൻ്റെ എവിടെ കിട്ടായിരിക്കും അമ്മ തല്ലിയേക്കണമെന്ന് സ്വാഭാവികമായിട്ട് ഊഹിക്കാമല്ലോ. ബിരിയാണി ചെങ്ങിൻ്റെ ചോട്ടിൽ ഇട്ടതും അന്ന് വരെ കായ്ക്കാൻ ഞാൻ വീട്ടിലെ 18-ാം വട്ടം തെങ്ങ് 18 കൊല്ലം തേങ്ങായിട്ടാണ് കായ്ച്ചത്. അപ്പോൾ എനിക്ക് ഈ ബിരിയാണി തെങ്ങ് കായ്ച്ച കാര്യം ലോകം മുഴുവൻ പരന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ 2 പേര് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ലാൽബി സാറല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഇരിക്കൂ. ഞങ്ങൾ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ വളം ഡിപ്പോ എന്നാണ് വരുന്നത്. അപ്പോൾ സാറുണ്ടാക്കിയ വളം ഞങ്ങൾക്കും തന്നാൽ അവിടെ കുറച്ച് ടീൻറ്റുടി തെങ്ങിന് ഇടാം. അങ്ങനെ ഞാനിപ്പോൾ ഈ വളം ഫാക്ടം ബോക്സ് ബിരിയാണി വളം ഉണ്ടാക്കിക്കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ചിലർക്ക് എവിടെ എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ചില ഡ്രൈവർമാരുണ്ട്, അവർ ഈ വളവും തിരിവൊന്നും കാണില്ല, ചിക്കനിൽ പ്രത്യേകിച്ച് കാണില്ല. അപ്പൊ എന്നോട് കൂട്ടുകാരുണ്ട്, എന്നോട് പറഞ്ഞാൽ നമുക്ക് പഴനിക്ക് പോവാം ഫാമിലി ആയിട്ട്. ഞാൻ പറഞ്ഞു, ശരി, പഴനിക്ക് പോവാം. പഴനിക്ക് പോയി തിരിച്ചു വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതും അടുത്ത പഴനി ബസ്സിൽ കയറി ഞാൻ വീണ്ടും പഴനിക്ക് പോയി. കാരണം തിരിച്ചു വന്ന ഒന്നുകൂടെ പഴനിക്ക് എന്നേക്കാൻ ഞാൻ നേർച്ചയായിരുന്നത്, അതുപോലെ വണ്ടി ഓടിച്ചത്. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു മകനുണ്ടായി. അപ്പൊ മകൻ ഇങ്ങനെ വീട്ടിൽ വാതിൽ കിടക്കുക. അപ്പൊ നമ്മൾ ചില വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു തെങ്ങേറാൻ വന്ന ചേട്ടൻ എന്നോട് ചോദിച്ചു, മകൻ്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നക്ഷത്രം പറഞ്ഞു. പുള്ളി എന്നോട് പറയാം, ഉയരങ്ങളിലെത്തും, എൻ്റെ നക്ഷത്രമാണ്. താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. പറഞ്ഞതുപോലുള്ള മേൽത്തരം വളങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. രമേശ് ചേട്ടാ.
ആൽബി, രസമുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തമാശകളായിരുന്നു എല്ലാം. ആദ്യം അവനവന്റെ പേരിൽ നിന്ന് തുടങ്ങി അവനവന്റെ പാചക പരീക്ഷണങ്ങൾ വഴിയൊക്കെ പോയി തിരക്കില്ലാത്തൊരു ക്ലൈമാക്സോടുകൂടി ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. വളരെ മനോഹരമായിരുന്നു കേട്ടോ. ചേട്ടാ നന്നായിരുന്നു. ഈ എൻ്റെ തുടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തുടക്കം തന്നെയാണ് എപ്പോഴും നമ്മളൊരു തമാശ പറയുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോൾ തുടക്കം ഗംഭീരമാവണം, അതുപോലെ അതിൻ്റെ അവസാനവും ഗംഭീരമാവണം. അത് രണ്ടും നന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് സമയം നമ്മുടെ പറഞ്ഞിട്ടുള്ള സമയത്തിൻ്റെ അകത്ത് പറയാവുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ടും പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചാൽ ലാൽബിക്ക് ഒരു ബിലാലാകാൻ പറ്റും. താങ്ക് യു. നമസ്കാരം അശോകൻ സാർ. നമസ്കാരം. അല്ലു അങ്കിൾ ഇവിടുത്തെ ഡയാനയുടെ ഹാങ്കറിന്റെ അങ്കിളാണ്. ഓ ആ ശരി ശരി ശരി. ആ ഹാങ്കർ മനസ്സിലായി. അശോകൻ സാർ വന്നപ്പോഴൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്ന സന്തോഷം. സന്തോഷം. ഞാനിപ്പോൾ വന്നതേ എൻ്റെ ഒരു പയ്യനുണ്ട്. ഇവൻ എൻ്റെ പുറകിൽ നിന്ന് മാറൂല. ഞാൻ എവിടെ പോയാലും പുറകിലുണ്ട്. ഞാൻ ടൗണിലേക്ക് പോയാൽ പുറകെ വരും, സിനിമക്ക് പോയാൽ പുറകെ വരും, മൊത്തം എവിടെ പോയാലും അവൻ പുറകെ ഉണ്ട്. കടം മേടിച്ച് തിരിച്ചു കൊടുക്കണം, അല്ലേ പിള്ളേർ പുറകെ വരും. ഇക്കാരുടെ ഇത് കടവല്ല, ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞ അവനെ ആ പയ്യനെ ഈ സിനിമക്ക് സിനിമയ്ക്ക് സ്പ്രേയോ? ഞാൻ പഠിച്ചിട്ടുണ്ടോ സിനിമക്ക് ഈ കഥ എഴുതുന്ന ആള് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അത് എനിക്ക് കിട്ടിയല്ല. എനിക്ക് ആ സാധനം കിട്ടിയല്ല. കഥ എന്ന് പറഞ്ഞാ പോരെ. ഇനി അങ്ങോട്ട് അങ്ങനെ പറയുള്ളൂ. ഈ കഥ എഴുതിയ ആള് വന്നിട്ടുണ്ട്. ആള് പഞ്ചഭാവമാണ് കേട്ടോ. നല്ല അടക്കോ ഒതുക്കോ, നല്ല സൽസ്വഭാവവും നല്ല ശുദ്ധിയും വെളിച്ചപ്പോ ഒക്കെ ഉള്ള ഒരു നല്ലൊരു പയ്യനാണ്. അവൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ അശോകൻ സാറിന്റെ അടുക്കെ പറഞ്ഞാൽ അശോകൻ സാർ മോനായ അർജുൻ സാറിനോട് പറഞ്ഞാൽ അർജുൻ സാറിനെ നായകനാക്കി വെച്ച് പടം ചെയ്യണമെന്നാണ് ആഗ്രഹം. അല്ല, മോന്റെ കഥകളൊക്കെ മോനാണ് കേൾക്കുന്നത്, ഞാനല്ല കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറയണൊന്നും കേൾക്കും. അല്ല, ഞാൻ കേൾക്കാം, പക്ഷെ കഥ കേൾക്കാൻ പറ്റില്ല. അല്ല, നമ്മുടെ തരപ്പടിക്കാരൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. എന്ത് കൽപ്പണിക്കാരനാണെങ്കിലും ശരിയാണ്, പക്ഷെ എനിക്ക് മോന്റെ കഥ കേൾക്കാൻ പറ്റില്ല. അല്ല, കേട്ടു നോക്കാം. ചോദിച്ചിട്ട് കേട്ടിട്ട് പറ്റുന്നതാണെങ്കിൽ വിട്ടാൽ മതിയല്ലോ. ആ പിന്നെ എന്നാ കേൾക്കാം. അങ്കിൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? കഥ കേട്ടില്ല, പക്ഷെ പുതു അഭിപ്രായം ഉഗ്രം കഥയെന്നാ. അല്ല, കേൾക്കാത്ത കഥയാണെങ്കിൽ ഈ കഥയില് കോമഡി ഉണ്ടോ? കോമഡി ഉണ്ടോന്നാ എന്റെ പൊന്നു പിഷാരടി. ഇവൻ ഈ കഥ വീട്ടിൽ പറഞ്ഞിട്ട് പിറ്റേന്ന് നീല ടർപ്പായും 100 കസേര അടിക്കേണ്ടി വന്നു. എന്തുപറ്റി? ഇവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ചിരിച്ച് ചത്തുപോയെന്ന്. പിന്നെ തമാശയായിട്ട് ചിരിച്ച കാര്യങ്ങൾ ചത്തുപോവോ? തമാശയായിട്ട് മരിക്കുന്നു ഞാൻ ഞാനും വിശ്വസിച്ചില്ല. ഞാൻ മരണ വീട്ടിൽ ചെന്ന് ചിരിക്കണ്ട കിടക്കും. അങ്ങനെയുള്ള തമാശ ആയിരിക്കോ? അങ്ങനെയുള്ള തമാശ ആയിരിക്കോ? നല്ല തമാശയാണ്. പാട്ടുണ്ട് 9 പാട്ട് ഇപ്പൊ തന്നെ ഉണ്ട്. ഇനിയും പാട്ട് എഴുതും. ആണോ? ഫൈറ്റോ? ഫൈറ്റ് എഴുതി കാണിക്കുമ്പോഴേ ഫൈറ്റാന്നാ പറഞ്ഞത്. ഇത്ര നല്ല വിളിക്കട്ടെ. പാവമാണ്. ഏതായാലും ഒന്ന് കേട്ടു നോക്കാം. ഈ സിനിമ നടന്ന 2 പേര് രക്ഷപ്പെടും. ആരൊക്കെ? ഒന്ന് അവനും ഒന്ന് ഞാനും. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? നായകന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്ന ഞാനാ. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെത്താൻ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേതോ അച്ഛൻ വേഷം ചെയ്യാനുള്ള പ്ലാനുമായിട്ട് ഉടായ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, അല്ലു അങ്കിളിന്റെ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം. വിളിച്ചു. കഥയെഴുത്തുകാരൻ സുഭാഷ്. വൃത്തിയും പഠിപ്പുണ്ട്, മുടി വെട്ടിയില്ലെന്ന് മാത്രമേ. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. പെർമിഷൻ കിട്ടി. അതെ, നമുക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്. കഥ പെട്ടെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. പെട്ടെന്ന് പറയും. ഇത് തന്നെ ഏറ്റവും വലിയൊരു അവസരമാണ്. ഒരപ്പനും മകനും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ജീവിത കഥയാണ്. അപ്പനാണ് അങ്കിളാണ് അപ്പൻ. അപ്പൊ കഥ ഞാനൊന്ന് പറയാം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. അതായത് ഈ കഥയിലെ ഈ അപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡോക്ടറാണ്. ഈ അപ്പൻ ഒരു മകനുണ്ട്. ഈ അപ്പന്റെ മകൻ ഈ SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഈ അപ്പന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മാറ്റം, ഈ സ്ഥലം മാറ്റം കഴിഞ്ഞ് ഇവർ വേറെ സ്ഥലം മാറ്റിക്കോ, അപ്പനെ മാറ്റരുത്. അങ്കിളാണ് അപ്പൻ, മിണ്ടാണ്ടേക്ക്, അങ്കിളാണ് അപ്പൻ. അങ്ങനെ അവിടെ ചെന്ന് ഇവർ വേറെ സ്ഥലത്ത് വന്ന് ചെന്ന് നിൽക്കുന്ന സമയത്ത് ജംഗ്ഷനിൽ അപ്പൻ വന്ന സമയത്ത് അപ്പനെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ട അയാളുടെ കാലുമിട്ട സ്റ്റിച്ച് ഉണങ്ങിയില്ല എന്നും പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ കീരിക്കാടൻ ജോസ് വന്നാൽ ചാഴിക്കാടൻ മൂസ വന്നിട്ട് ഈ അപ്പനെ ഇട്ട് അടിക്കുക. അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ തന്നെ. അങ്ങനെ ഇട്ട് അടിക്കണ സമയത്ത് സ്വന്തം മകൻ കണ്ടു നിൽക്കുവോ? സ്വന്തം അപ്പനായിട്ട് അടിക്കുമ്പോ ഇല്ല. അതിങ്ങനെ ഇതില് മകൻ കേറി അങ്ങോട്ട് ഇടപെടുകയാണ്. ഇത് കിരീടത്തിന്റെ കഥയില് പറഞ്ഞോണ്ട് തന്നെ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഈ അപ്പന് വേറൊരു മകളുണ്ട്. ഈ മകളെ ഡോക്ടർ ആക്കണം എന്നാണ് അപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അയ്യോ, നല്ല. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പന്റെ ഭാര്യ ഇങ്ങനെ ഒരു അസുഖമായി വന്നു കിടന്ന സമയത്ത് ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടിയില്ല. രക്തം വാർന്നാണ് ഈ ഭാര്യ മരിച്ചത്. അങ്ങനെ ഈ മോളോട് പറയുന്ന ഭയങ്കരമായി കടലിൽ പോയി മീൻ പിടിച്ചിട്ടാണ് ഈ അപ്പൻ മോളെ ഡോക്ടറാക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇങ്ങനെ ഈ മോളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മുത്തേ
മോള് പഠിച്ച് പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് വലിയ ഡോക്ടർ ആവണം, മനസ്സിലായില്ലേ? അങ്ങനെ ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മുത്തേ മോള് പരീക്ഷ പാസ്സായി. അല്ല, ഇതൊക്കെ എത്ര വർഷം മുമ്പ് നമ്മൾ കണ്ട അമരത്തിന്റെ കഥയല്ലേ നിങ്ങൾ പോലെ? പിഷാരടി സാർ അവിടെ നിന്നാണ് മേജർ ട്വിസ്റ്റിലേക്ക് നമ്മൾ ആ കഥയല്ല, ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് അവിടെ നിന്ന് നേരെ ഇവര് പോകുന്നത് ഈ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര പിടിവാശിക്കാരനാ. പിടിവാശി എന്ന് പറഞ്ഞ ഒടുക്കത്തെ പിടിവാശി. ഗേറ്റില് ഒരു ബോർഡ് വെച്ചേക്കാ, സ്ത്രീകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. എന്നിട്ട് ഒരു ചാരുകസേരയിട്ട് ഇയാള് വെറുതെ ഇങ്ങനെ ഇതിന്റെ മുന്നിലിരിക്കുമ്പോ താഴെ ഒരാൾ കോളാമ്പിയും പിടിച്ചിരിപ്പുണ്ടാവും, മനസ്സിലായില്ലേ? ഗേറ്റിന്റെ അവിടെ ഒരാൾ കോളാമ്പിയും പിടിച്ചിരിക്കണ്ടാവും. ഈ കോളാമ്പി പിടിച്ചിരിക്കുന്ന അതിനകത്തേക്ക് അപ്പന് തുപ്പാൻ വേണ്ടിട്ടാ. കുഴപ്പമില്ല, അപ്പൻ ഞാനല്ലേ? അങ്കിളാണ് അപ്പൻ, അതിനകത്തൊരു മാറ്റമില്ല എന്ന് പറഞ്ഞില്ലേ? അതെ അതെ, ഇതില് മുഖത്തേക്ക് തുപ്പുമ്പോ കോളാമ്പി തുപ്പി എന്ന് പറയുന്ന ഡയലോഗ്. ആ കോളാമ്പി തുപ്പി അതെങ്ങനെ മനസ്സിലായി? ഇത് ഗോഡ് ഫാദർ അല്ലേ? ഞാൻ അവിടെയാണ് മേജർ ട്വിസ്റ്റിലെ കഥ മുഴുവൻ കേൾക്കണം അശോകൻ സാറേ. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയതാ, മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഒരു മേജർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന് ഒരു ജോലി ഇല്ലാന്ന് ഞാൻ നേരത്തെ കഥയിൽ ഗോഡ് ഫാദറായിട്ട് ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ 5 മക്കളാണ്, ഇത് ഒരു 2 പിള്ളേരേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു മേജർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകന് ജോലി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ അവിടെ ജോലി ഇല്ലാത്ത ഈ മകൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കാശ് കടം മേടിക്കും. ഈ കാശ് കടം മേടിച്ച് കഴിഞ്ഞിട്ട് ഈ കടക്കാർ മുഴുവൻ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇവൻ മകൻ ഒരു അഭിമാനിയാ. ഈ കടക്കാർ വരുമ്പോ അവിടെ അപ്പനില്ലേ? അപ്പനാണല്ലോ അപ്പൻ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? അഭിമാനം സഹിക്കാൻ വയ്യായിട്ടുണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്തു? കൊടുക്കാനുള്ള ആളുകളുടെ പേര് എഴുതി അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എഴുതിയിട്ട് ഈ പോക്കറ്റിലിട്ടിട്ട് ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. എന്താണ്? ഹൃദയസ്പർശിയായ ഡയലോഗാ. ഏതാണ്? സൈമൺ മാസ്റ്റർ മോൻ എല്ലാം പഠിച്ചു, പക്ഷേ മറ്റുള്ളവരെ പറ്റിക്കാൻ മാത്രം പഠിച്ചില്ല. സൈമൺ മാഷാണ്, കൈമൾ മാഷാണ്. അത് പഞ്ചാബി ഹൗസില്. ഇത് നമ്മുടെ കഥയിൽ സൈമൺ മാഷാ. സൈമൺ മാഷ്. എന്നിട്ട് ഈ മകനുണ്ടല്ലോ നേരെ കടാപ്പുറത്തേക്ക് പോവാണ്. കടലിൽ നിന്ന് ഇവനെടുത്തൊരു ഒറ്റ ചാട്ടമാണ്. പിന്നത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അപ്പനുണ്ടോ? അവിടെ അപ്പനില്ല. അപ്പുറത്തെ പിന്നത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് ഇങ്ങനെ വരുന്ന ഷോട്ടാണ്. ബോട്ടിൽ അപ്പനുണ്ടോ? ബോട്ടിൽ അപ്പനില്ല. ഈ മോൻ പോയ സമയത്ത് വിഷമം കൊണ്ട് ഒരു ബോട്ടിൽ മേടിച്ച് അപ്പൻ ഇരിക്കുന്ന വേറെ സീനാണ്, മനസ്സിലായി? അവിടെ അങ്കിളാണ് അപ്പൻ. സംസാരിക്കും. ഈ ബോട്ട് ഇങ്ങനെ പോകുമ്പോ ബോട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് ജുബിട്ട് ഒരാൾ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വല ഇങ്ങോട്ട് വീഴുക. ആ വലയിൽ ഒരു വലിയൊരു സാധനം കുടുങ്ങുമ്പോ ഈ ബോട്ടിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഡയലോഗ് ഉണ്ട്, മുതലാളി എന്ന് പറയും. അപ്പൊ ഇയാൾക്കൊരു മുതലാളി ഉണ്ട്, ആള് മുതലാളിക്ക് ഒരു മുതലാളി, മനസ്സിലായില്ലേ? ഇത് തന്നെയല്ലേ പഞ്ചാബി ഹൗസ് തന്നെയല്ലേ ഞാൻ അഭിനയിച്ചല്ലേ? ഇവിടുത്തെ നമ്മുടെ ഒരു മെയിൻ ട്വിസ്റ്റിലേക്ക് പോകുകയാണ് നമ്മൾ. ഇനിയും കഥ വളയുന്നുണ്ടോ? പ്രേക്ഷകരെ മുൾമുനിൽ നിർത്തിയിട്ട് ഒരു മുൾമുനിൽ നിർത്തുന്ന സീനിലേക്ക് പോണേ. ഈ മകൻ എന്ന് പറയുന്നവൻ ഭയങ്കര തൻ്റെടിയാ. കാരണം നമ്മൾ ആരാധകരെ കയ്യടിപ്പിക്കണം, ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കണം, ഫൈറ്റ് മൂഡിലേക്ക് പോണേ. ഈ മകൻ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഒരു കൊച്ചു ചെറുക്കനെ അവിടുത്തെ ഒരു തൊട്ടി SI പിടിച്ച് എന്തോ ചെയ്യും. അത് ഇവന് സഹിക്കില്ല. ഇവൻ നേരെ ചെന്നിട്ട് ഈ SIയുടെ നെഞ്ചത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്നും പറഞ്ഞിട്ട് ഒരു ഒറ്റ അലക്കുണ്ട്, മനസ്സിലായില്ലേ? ലൂസിഫർ അല്ലല്ല, ലൂസിഫറിൽ വലത്തെ കാല വയ്ക്കുന്നത്, നമ്മളിൽ ഇടത്തെ കാല വയ്ക്കുക, മനസ്സിലായില്ലേ? ട്വിസ്റ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്റർവൽ പഞ്ചിലേക്ക് പോകുന്നത്. ഈ മകൻ ഈ SIയുടെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ചത് ചർമ്മ സാറിന് ഇഷ്ടപ്പെട്ടില്ല. ചർമ്മ സാർ അപ്പൊ ഈ മകനെ പിടിച്ച് ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്. ആ ഉപദേശം കഴിയുമ്പോ ഈ മകൻ ശർമ്മ സാറിന് ഒരു ഡയലോഗ് പറയും. എന്തിനാ പറയണെന്ന് അറിയാമോ? ഉപദേശം കൊള്ളാം ശർമ്മ സാറേ, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, നിന്റെ തന്തയല്ല എന്റെ തന്ത. അതെന്നാ വർത്താനാണ് പറഞ്ഞത്? എന്താ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ തന്തയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയല്ലേ വന്നേക്കണം. നിങ്ങളാണല്ലോ തന്ത. പിന്നെ എന്താണ് എന്റെ തന്തയല്ല നിന്റെ തന്ത എന്ന് പറയുന്നത്? കഥയിലെ തന്ത. കഥയിലെ തന്തയാണെങ്കിൽ ഈ സിനിമയിലെ തന്ത ഞാനല്ലേ? നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് തന്തക്കോട് സ്ഥാനം ഉണ്ടാവും? തന്ത എന്ന് പറഞ്ഞ കാര്യമില്ല, തന്തയാകണം ഞാൻ. ഇതാണ് കാശ് മുടക്കി പണം പിടിക്കണത്. എന്റെ അങ്കിളെ ഇത് കഥ തന്തു. കഥ തന്തു ആണെങ്കിൽ ഈ കഥയിലെ തന്ത ഞാനാണ്. അങ്കിളെ ഞാൻ ഇന്റർവൽ പഞ്ചിലേക്ക് ഒന്ന് പൊക്കോട്ടെ. ശരി അശോകൻ സാറേ, ഇവിടെയാണ് നമ്മൾ ഒരു ഇന്റർവൽ പഞ്ചിലേക്ക് പോകുന്നത്. പിന്നെ ക്യാമറ ഇതിങ്ങനെയാണ് പോകുന്നത്, പാമ്പ് പോണ പോലെ. ഈ ക്യാമറ നേരെ ഇങ്ങനെ പോകുന്നത് ഒരു കൊടും കാട്ടിലേക്കാണ്. ആ കാട്ടില് ഈ അപ്പനും മോനും തമ്മിലുള്ള ബാല്യകാലമാണ് നമ്മൾ കാണിക്കുന്നത്, മനസ്സിലായി? തന്തയും മോനും തമ്മിലുള്ള ബാല്യകാലം, മനസ്സിലായി? പിന്നെ അപ്പൊ ഈ തന്തയും മോനും കൂടി കാട്ടിലേക്ക് പോകുമ്പോ പെട്ടെന്ന് ഒരു പുലി ഇവരുടെ മുമ്പിൽ വരികയാണ്. ഈ പുലിനെ കണ്ട വഴി ആ തന്ത പിന്നോട്ട് കാലിങ്ങനെ നിൽക്കുക, ഇങ്ങനെ കാല് വെച്ചിട്ട് കൈ കൊണ്ട് ദിങ്ങനെ, ഇന്ന് വരെ സിനിമയിൽ കാണാത്തൊരു സാധനം കേട്ടാ, കൈ കൊണ്ട് ദിങ്ങനെ ഒരു കാണിക്കലുണ്ട്. ദിങ്ങനെ ഒരു കാണിക്കും. അപ്പൊ ചെയ്യണ്ടല്ലേ? ഇങ്ങനെ ഇതേ മോർണിംഗ് എടുക്കണം കേട്ടോ. ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോ മോർണിംഗ് എടുക്കണം. കാരണം മോർണിംഗ് എനിക്ക് 2:30 മണിക്ക് കൈ വറക്കുമ്പോൾ കറക്റ്റ് കിട്ടും. അപ്പൊ ലൈഫ് കിട്ടും. അത് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാം. ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഈ മകന്റെ തോളത്ത് പിടിച്ചിട്ട് തന്ത ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? മോനെ,
നീ ഇന്നു മുതൽ മാണിക്യമല്ല, രായ മാണിക്യമാടാ. സബാഷ് സുഭാഷ്. എങ്ങനെയുണ്ട് അശോകൻ സാറേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. Thank you, നിങ്ങൾ sir. പറഞ്ഞ തന്തയുണ്ടല്ല, അപ്പൻ വേഷം. അപ്പൻ വേഷം, ആ. അത് ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യാന്ന്, സത്യം ഞാൻ ചെയ്യാം, സത്യം ഞാൻ ചെയ്തോളാം. ശരി, സത്യം പറയട്ടെ. ഞാനിപ്പോ ആ. ഞാൻ ഈ സിനിമ എഴുതി തുടങ്ങുന്നത് ഇതിൽ അപ്പൻ വേഷം അശോകൻ സാറിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതി തുടങ്ങിയതാണ്. Once Upon a Time വേർഷൻ 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം ഷീ ഈസ് എ കംപ്ലീറ്റ്ലി മൾട്ടി ഫേസറ്റഡ് ആൻഡ് മൾട്ടി ടാലന്റഡ് ആക്ട്രസ്, ഡാൻസർ. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് പെർഫോമൻസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഏറെ പ്രിയങ്കരിയായ കലാകാരി ഏറെ സ്നേഹത്തോടെ Once Upon a Time വേർഷൻ 2.0 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൃഷ്ണപ്രഭ. വെൽക്കം. താങ്ക് യു. നമസ്കാരം കൃഷ്ണപ്രഭേ. നമസ്കാരം വിഷു. നമസ്കാരം. അശോകൻ ചേട്ടാ നമസ്കാരം. കൃഷ്ണപ്രഭയെ പറ്റി എന്തൊക്കെയോ ഡയാന വർണ്ണിക്കുകയാണ്. കാരണം ഡയാനയ്ക്ക് വർണ്ണിച്ചിട്ടും വാക്കുകൾ തീരുന്നില്ല. തീരുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ഹെഡിങ് കൊടുത്താലും അതിലൊക്കെ ചെന്ന് സിങ്കാവുന്ന ഒരാളാണ് കൃഷ്ണപ്രഭ. നമ്മൾ നേരത്തെ അശോകൻ ചേട്ടൻ കലയുടെ പല മേഖലകളിലൂടെ പോയി എന്ന് പറയുന്നത് പോലെ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ആളാണ് കൃഷ്ണപ്രഭ. ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ, തമാശയുള്ള കഥാപാത്രങ്ങൾ, തമാശയില്ലാത്ത കഥാപാത്രങ്ങൾ, ഗൗരവമായിട്ടുള്ള പല വേഷങ്ങൾ ചെയ്തു. സ്റ്റേജിൽ ഡാൻസർ ആയിട്ടല്ലേ തുടക്കം കൃഷ്ണപ്രഭയുടെ? ഡാൻസറായിട്ടാണ് തുടങ്ങുന്നത്. ഡാൻസറും പാട്ടും ഉണ്ടായിരുന്നു. പാട്ടോട് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. പാട്ട് പറഞ്ഞില്ല ഡയാന. സോറി, എനിക്കത് വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അല്ല, അത് കുഴപ്പമില്ല. എന്ന് വെച്ചാല് ഞാൻ ശരിക്കും ആദ്യം തുടങ്ങുന്നത് ഹരിശ്രീയുടെ ഗാനമേള ട്രൂപ്പിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സിംഗറായിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ 3 വയസ്സ് മുതലേ ഡാൻസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും രണ്ടും തുടരുന്നുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാണ് ഞാൻ അഭിനയം. അത് കൃഷ്ണപ്രഭയുടെ അമ്മ ഇടയ്ക്ക് ചില ഫംഗ്ഷനൊക്കെ വിളിക്കും. മറ്റന്നാട് കൊച്ചിന്റെ പരിപാടി ഉണ്ട്, വരുന്നോന്ന് ചോദിക്കും എന്നോട്. എനിക്ക് കൺഫ്യൂഷൻ എന്താന്നുള്ളത്. കാരണം കൊച്ച് സ്കിറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്ക്. ചിലപ്പോൾ കൊച്ചിന്റെ ഡാൻസ് പരിപാടി ആയിരിക്കും. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചു ചോദിച്ചിട്ട് തൃപ്പൂണിത്തറയല്ലേ കൊച്ചിന്റെ പരിപാടി ഉണ്ട്? ഞാൻ തൃപ്പൂണിത്തറയല്ല, കൊച്ചിന്റെ കച്ചേരി ഉണ്ടെന്ന്. കൃഷ്ണപ്രഭ കച്ചേരി നടത്തുക, അല്ലാതെ പാട്ടെന്ന് പറഞ്ഞാല് ആൾക്കാർ പെട്ടെന്ന് ഓർക്കും കരോക്കെ ഇട്ടിട്ട് ഒരു ലളിതഗാനം പാടുന്നതാണെന്ന്. അങ്ങനെയല്ല, ശാസ്ത്രീയ സംഗീതത്തിന്റെ കച്ചേരി നടത്തുന്ന ആളാണ് കൃഷ്ണപ്രഭ. ഞാൻ ശരിക്കും പറഞ്ഞ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ക്ലാസിക്കലി ട്രെയിൻഡ് സിംഗർ ആണെന്നുള്ള കാര്യം. സൂപ്പർ. എത്ര വർഷം പഠിച്ചിട്ടുണ്ട് കൃഷ്ണപ്രഭ പാട്ടൊക്കെ? പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറുതിലേ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് ട്രൂപ്പിൽ കുറച്ച് നാൾ പാടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നൊന്ന് ബ്രേക്ക് ആയി. പിന്നെ ഡാൻസിന്റെ ഒരു മാത്രമായിട്ടുള്ള ലോകമായി. അങ്ങനെ ഞാൻ ഡാൻസ് ട്രൂപ്പിൽ വന്നിട്ടാണ് ഞാൻ സ്കിറ്റിലേക്ക് ഒരു പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് ഒരാളില്ലാതെ വന്നിട്ട് സ്കിറ്റിൽ പെർഫോം ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സ്കിറ്റ് തുടങ്ങിയതാണ്. പക്ഷെ സ്കിറ്റും ഇപ്പൊ കോമഡിയും എല്ലാം എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ 3 വർഷമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പനമ്പള്ളി നടത്തുന്നുണ്ട്, ജൈനിക സ്കൂൾ ഓഫ് ആർട്സ് എന്നുണ്ട്. വിഷു ഇനോഗ്രേഷൻ വിഷു ഉണ്ടായിരുന്നു. മമ്മൂക്കയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊന്നും പോയി എല്ലാ ഉദ്ഘാടനങ്ങളും ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ മമ്മൂക്ക എന്നെ ഒരു സ്ഥലത്ത് ചെയ്തു, ഡാൻസിന്റെ സ്കൂളാണ്, എന്നെ ഇനാഗ്രേഷന് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് പോയി കൃഷ്ണപ്രഭയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടാണ് അന്ന് പോയിട്ടുള്ളത് അല്ലേ? ഞാനൊക്കെ വന്നിരുന്നു ആ ഫംഗ്ഷന്. അപ്പൊ അവിടെ നമുക്ക് ഹിന്ദുസ്ഥാനി വോക്കൽ ഒരു ക്ലാസ് ഉണ്ട്, ഒരു സുശാന്ത് എന്ന് പറഞ്ഞിട്ട് സാറ് പഠിക്കണം. അപ്പൊ സാർ എന്നെ ഇപ്പൊ ബലമായിട്ട് ഇത് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പാടുന്ന ആളും പഠിക്കാതിരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തന്നെ സ്റ്റുഡന്റും ഓണറും തൊഴിലാളിയും മുതലാളിയും എല്ലാം ഞാൻ തന്നെ അങ്ങനെ ഇപ്പൊ വീണ്ടും പഠിക്കുന്നുണ്ട്. അല്ല, ഇതില് എനിക്ക് കൃഷ്ണപ്രഭ പറഞ്ഞതിലൊരു കാര്യം ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, എപ്പോഴോ ഇങ്ങനെ ഒരു ഗാനമേളയിൽ ആരോ വരാതിരുന്നപ്പോ കേറി പാടി അല്ലേ? ഗാനമേളയല്ല, സ്കിറ്റിന് ഡാൻസറായിട്ട് ഞാൻ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അതെ സ്കിറ്റിൽ കയറി കളിക്കുന്നത്. ഞാൻ മനോജ് ചേട്ടന്റെ ടീമിൽ, മനോജ് ഗിന്നസിന്റെ ടീമിൽ ഡാൻസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ഒരു സ്കിറ്റിന് ഒരു ദിവസം ആള് വരാതെ ഒന്ന് ഈ സ്കിറ്റിന് ഒരു 2 ഡയലോഗ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുന്നു. പക്ഷെ എന്തോ അത് ഏറ്റു. അപ്പൊ അങ്ങനെയാണ് ഞാൻ. അല്ല, വേറെ കാര്യമുണ്ട്, ഡാൻസ് ചെയ്യുന്ന ആൾക്ക് എല്ലാ ഭാവങ്ങളും അറിയാൻ പറ്റും. പിന്നെ മൂവ്മെന്റ്സും അത് കാണുകയല്ലേ നമ്മൾ, എപ്പോഴും ജീവിതത്തിൽ ബന്ധമുണ്ടല്ലോ. ഒരു ബൈ ചാൻസ് കയറിയതല്ലേ അവിടെ? അതെ അതെ. ഇത് ഇംഗ്ലീഷില്, അതായത് വിദേശത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ലൈറ്റ് ചെയ്യുന്ന ഒരാൾ, ലൈറ്റ് അപ്പ് ബോയ് എന്നിട്ട് ക്യാമറമാനോട് സാറേ ആ ലൈറ്റ് ഞാൻ അവിടെ വെച്ചത് ഒന്ന് ടിൽ ഡൗൺ ചെയ്യട്ടെ എന്ന് വെച്ച്. അപ്പൊ ആ ക്യാമറമാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. പിന്നീട് വേറെ എപ്പോഴോ ഇവൻ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് അയാൾ തന്നെ ചോദിച്ചു, ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പാൻ ചെയ്ത് കുറച്ച് സ്ലൈഡ് ചെയ്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു. എന്തിനാ? അത് വേണ്ട, അങ്ങനെ മതി.
ഇങ്ങനെ പല സെറ്റിലും ഈ ലൈറ്റ് ബോയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് പിന്നീട് ആ ക്യാമറമാൻ 2-3 പടങ്ങളിൽ ഇയാളുടെ പ്രസൻസിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ തോന്നിയ അങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചപ്പോൾ ഭയങ്കര ലൈറ്റിംഗ് ആയിരുന്നു, ഫുൾ ലൈറ്റ് ഇട്ടപ്പോൾ. പിന്നെ ഇവന്റെ സജഷൻസ് എടുക്കാൻ തുടങ്ങി. ആ ആളാണ് പിൽക്കാലത്ത് സ്പിൽബർഗ് എന്ന് പറയുന്ന ആളായി. അപ്പൊ അത് അവിടെ നിന്ന് ആ ഒരു ബൈ ചാൻസിന് കയറി ഒരു ചെറിയ ഒരു സംഭവം ചെയ്തു അല്ലേ, അന്നൊരു ചെറിയ വേഷം. ഇപ്പൊ എവിടെ എത്തി? എത്ര പടങ്ങളിൽ അഭിനയിച്ചു, എത്ര സ്കിറ്റുകൾ കളിച്ചു. ഭയങ്കര കയറ്റമല്ലേ അതൊക്കെ, ഭയങ്കര വരവല്ലേ അതൊക്കെ. സ്കിറ്റിന്റെ കാര്യത്തില് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പിഷുവിന് നല്ലപോലെ അറിയാം. പിഷുവിന് നല്ല ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. എന്റെ അമ്മയിൽ നിന്നാണ് കുറെ ഹ്യൂമർ സെൻസുകൾ വരുന്നത്. അമ്മയാണ് ഏറ്റവും നല്ല കോമഡി ആർട്ടിസ്റ്റ് വീട്ടിലത്തെ. അല്ല, അമ്മ സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അത് പിന്നെ തമാശയായി പോകുന്നു. അമ്മ എങ്ങനെ കോമഡി ആർട്ടിസ്റ്റ് ആക്കല്ലേ, അമ്മ സീരിയസ് ആയിട്ട് പൊട്ടത്തരം ടൈമിങ്ങില് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആള് അമ്മയാണ്. കറക്റ്റ്, വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും, പക്ഷെ കറക്റ്റ് സാധനമായിരിക്കും പറയുന്നത്. നമ്മുടെ എയർപോർട്ടിന്റെ, കൊച്ചിൻ എയർപോർട്ടിന്റെ വാർഷികത്തിന്റെ കണ്ട ഒരു പരിപാടി ഒരിക്കൽ കാണാൻ പോയപ്പോഴാണ് കൃഷ്ണപ്രഭ, അന്ന് ഗ്രൂപ്പ് ഡാൻസറാണ്, കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്നേ ഞാൻ നോക്കുമ്പം തനി സുകുമാരി ചേച്ചി നിൽക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. സുകുമാരി ചേച്ചിയുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ട ചുരുണ്ട മുടിയായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുന്ന ഒരു സുകുമാരി ചേച്ചി ഉണ്ടല്ലോ, തനി സുകുമാരി ചേച്ചിയുടെ ചായയിലാണ് കൃഷ്ണപ്രഭ നിന്നോണ്ടിരിക്കുന്നത്. ആദ്യം പറയുന്നത്, പിന്നീട് ഒരുപാട് പേരത് പറഞ്ഞിട്ടുണ്ട്. ഒരുങ്ങി നിൽക്കുമ്പോ ഇപ്പൊ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടേക്കുന്നോണ്ടാണ്. തനി സുകുമാരി ചേച്ചിയുടെ ചായയാണ്, നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ പറയും. മാത്രമല്ല, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൃഷ്ണപ്രഭ വരുന്ന മൂമെന്റിൽ അത് പറയാണ്ട് പോകണ ശരിയല്ല. കൃഷ്ണപ്രഭ ഇവിടുന്ന് ബാക്കിലോട്ട് ഒരു 10-15 വർഷം മുമ്പ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വർഷം ബാക്കിലോട്ട് വെച്ചോ, നമ്മളൊക്കെ ട്രൂപ്പിന്റെ വണ്ടിയിലാണല്ലോ പോകുന്നത്. നമുക്ക് ആർക്കും തന്നെ സ്വന്തം വണ്ടി ആയിട്ടില്ലാത്ത കാലത്ത് സ്വന്തം വണ്ടിയുള്ള ആളാണ് കൃഷ്ണപ്രഭ. തന്നെ ഡ്രൈവ് ചെയ്ത് പ്രോഗ്രാമിന് വരും. അന്ന് ഉത്സവപ്പറമ്പിൽ ഒരു പ്രോഗ്രാമിന് ഒരു പെൺകുട്ടി തന്നെ ഡ്രൈവ് ചെയ്ത് പ്രോഗ്രാമിന് വരിക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അതിന് വേറെ കാര്യമുണ്ട്. പരിപാടി കൊളമായ സ്വന്തം വണ്ടിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാമല്ലോ. പരിപാടി വണ്ടിയല്ലേ അവര് ബ്ലോക്ക് ചെയ്യുള്ളൂ. അതുമല്ല, നമുക്ക് അന്ന് ഒരു സ്റ്റേജിന് 500 രൂപ 600 രൂപ ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് കൃഷ്ണപ്രഭയ്ക്ക് അതും കൊണ്ടൊന്നും വേണ്ട, അതിന്റെ കൊതി കൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു അന്ന്. കാരണം അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ആരെങ്കിലും തൃശ്ശൂർ വരെ 600 രൂപയുടെ പരിപാടിക്ക് വരുമോ? എന്നിട്ട് അപ്പോ ഈ കൃഷ്ണപ്രഭയുടെ അമ്മ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഏതോ ഒരു കോഴിക്കോടോ എവിടെ പരിപാടി കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, അവര് വണ്ടിയിലങ്ങ് പോവുള്ളൂ, ഞങ്ങളൊക്കെ ട്രൂപ്പിന്റെ വണ്ടിയിലാണ് പോണ്ടേ, മോൻ ഞങ്ങളുടെ കൂടെ വരുന്നോന്ന് ചോദിച്ചു എറണാകുളത്തേക്ക്. എനിക്ക് സുഖമാണല്ലോ, ഏതോ നല്ല വണ്ടി, അതിന് കയറി പോകാമല്ലോ. ഞാൻ കയറി, കൃഷ്ണപ്രഭ വണ്ടി ഓടിക്കുന്നു, കൃഷ്ണപ്രഭയുടെ അമ്മ ഒരു ഒറ്റ ഉറക്കം, ഞാൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പം 80-90 കിലോമീറ്റർ സ്പീഡിൽ രാത്രി വണ്ടി ഓടിക്കുക. ലോറിയുടെ ഒക്കെ നേരെ കൊണ്ടുപോയിട്ട് വെട്ടിച്ചു മാറ്റും. ഞാൻ പകുതി എത്തിയപ്പോ പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഓർത്ത്, എനിക്ക് നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ കുറ്റിപ്പുറം ഭാഗത്ത് എവിടെ ഇറങ്ങിയിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിനാണ് വന്നത്. പിന്നെ ട്രൂപ്പിന്റെ വണ്ടിയെ വിളിക്കാൻ പറ്റത്തില്ല. കൃഷ്ണപ്രഭയുടെ അമ്മയാണ് നമ്മൾ ആശുപത്രി വെച്ച് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയത്. അതായത് ആശുപത്രിയിൽ വെച്ച് നമ്മൾ ഒരാളെ കാണുമ്പം അയാളൊരു അസുഖം നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു സെന്റിമെന്റ്സ് അല്ലേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേഗം മാറട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കൃഷ്ണപ്രഭയുടെ അമ്മ സൈഡിൽ കൂടെ നടന്നു വരിക. ഞാൻ എന്താ ആന്റി ഇവിടെ? ആന ചവിട്ടിയതാ എന്ന് പറഞ്ഞു. ആന ചവിട്ടിയതാന്ന്. ആന ചവിട്ടിയിട്ട് ആശുപത്രി കാണിക്കാൻ വന്നേക്കോ. ഞാൻ അന്വേഷിച്ചപ്പോ അന്ന് എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവത്തിനിടയിൽ ആന ഇളകിയിട്ട് ആന ചവിട്ടി കൂട്ടത്തിൽ കൃഷ്ണപ്രഭയുടെ അമ്മയുടെ ഉപ്പൂറ്റിയിലും കണ്ട് ആന ചവിട്ടിയിട്ട് അതിന്റെ ചികിത്സയ്ക്ക് വന്നിരിക്കുന്നതാണ്. ശരിയല്ലേ? പിന്നെ കൃഷ്ണപ്രഭയുടെ അമ്മയ്ക്ക് നല്ല കാര്യം പറയുമ്പോൾ കുറ്റം പറയുമെന്ന് തോന്നുന്നു നമുക്ക്. അതായത് ഇപ്പൊ കൃഷ്ണപ്രഭയ്ക്ക് ഒരു പരിപാടിക്ക് ഒരാൾ വിളിച്ചിട്ട് 1 കോടി രൂപ കൊടുത്താൽ നല്ല കാര്യമല്ലേ? 1 കോടി രൂപ ഒരു ഡാൻസിന് 1 കോടി രൂപ കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 കോടി രൂപ കൊടുത്തത് മാത്രം പോരാ, അന്ന് രാത്രി തിന്നാൻ നല്ല കരിമീൻ വറുത്തതും ബിരിയാണിയും ഐസ്ക്രീമും കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ. പക്ഷെ ഇതേ നല്ല കാര്യം കൃഷ്ണപ്രഭയുടെ അമ്മ പറയുന്നത് എങ്ങനെയോ, കൊച്ചിനാണെങ്കിൽ ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവർ 1 കോടി രൂപ കൊടുത്തുന്നേ, എന്നിട്ട് രാത്രി ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തിന്നാൻ കരിമീനും ഐസ്ക്രീമും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാം നല്ല കാര്യവും പറയുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ തോന്നുന്ന ആളാണ്. ചേച്ചിയുടെ ഒരുപാട് ഫിലിം മറ്റ് സീരിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ക്യാരക്ടർ റോൾ കൈകാര്യം ചെയ്യുന്ന, ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഒരു അഭിനേത്രിയാണെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഷീസ് എൻ അമേസിംഗ് ഡാൻസർ, അടിപൊളി ഡാൻസറാണ്. ഇപ്പോൾ അല്ലേ സുനിത റാവ്, രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല നല്ല ഡാൻസ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ ഭയങ്കര വൈറലാണ്. ഇവിടെ വന്ന് മനസ്സിലായി നല്ലൊരു ഗായികയാണെന്ന്, ക്ലാസിക്കലി ട്രെയിൻ ഗായികയാണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് അതൊന്ന് കേട്ട് ആസ്വദിക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം നമുക്കൊരു പാട്ട്. ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ, വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീ,
സ്വർഗം നീ സർവം നീ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ ഒരുപാട് 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 സന്തോഷം നമ്മുടെ ഫ്ലോറിൽ എത്തിയത്. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് ചേച്ചിക്ക് നൽകാനായിട്ട് രമേശ് ഏട്ടനെയും അശോകൻ സാറിനെയും ക്ഷണിക്കുന്നു പ്ലീസ്. കൃഷ്ണപ്രഭ എന്ന കലാകാരിയുടെ ജീവിത വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. നർത്തകി, ഗായിക, അഭിനേത്രി, ഹാസ്യം കൈകാര്യം ചെയ്യുന്നു, വേദി, ടെലിവിഷൻ, സിനിമ, ഇൻസ്റ്റാഗ്രാം, റീൽസ്, നമുക്ക് അവൈലബിൾ ആയിട്ടൊക്കെ എന്തൊക്കെ മാധ്യമങ്ങളുണ്ടോ ആ മാധ്യമങ്ങളിലെല്ലാം അവൈലബിൾ ആയ കല പ്രകടിപ്പിക്കാൻ പറ്റിയ വേദികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം തുടങ്ങി കലയുടെ സമസ്ത മേഖലകളിലും ചുവടുറപ്പിച്ച് സധൈര്യം മുന്നിലേക്ക് പോകുന്ന പ്രതിഭയുള്ള കലാകാരി, നല്ല വ്യക്തിത്വത്തിനുടമ, നീണ്ട സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ് കൃഷ്ണപ്രഭ. കൃഷ്ണപ്രഭയുടെ സാന്നിധ്യം കൊണ്ട് ഫൺസ് അപ്പോൺ എ ടൈമും ഏറെ സന്തോഷത്തിലാണ് ഇന്ന് വന്നതിന് വളരെ നന്ദി. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ആദരവ്. ജോയൽ ആൻഡ് ലാൽബി, ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ? നമുക്കറിയാം. ഇരുവരെയും സ്റ്റേജിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പര്യവസാനിക്കുമ്പോൾ 2 പ്രതിഭകളാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഈ 2 ഒന്നാം സ്ഥാനക്കാരിൽ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ മികച്ച എന്നത് ലാൽബി. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.